അപ്പൊ ഈ മെസ്സേജ് കിട്ടിയപ്പോഴും ധ്യാനം പോയപ്പോഴും സിസ്റ്റർ അപ്പോഴും ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, അന്നേരം ഒന്നും ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 6-7 മാസക്കാലം ഞാനിങ്ങനെ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. ഓരോരോ മഠങ്ങളിലൂടെ ആവശ്യത്തിനനുസരിച്ച് എന്നെ വിടുന്നു. അപ്പൊ നമ്മുടെ 3 മാസം ഈ മഠത്തിലാണെങ്കിൽ ഉടനെ അടുത്ത 3 മാസം വേറൊരു മഠത്തിലാണ്. അപ്പൊ നമുക്കൊരു സ്ഥിരതയൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഈ സ്ട്രഗിള് എനിക്ക് താങ്ങാവുന്ന പോലെയായി. എനിക്ക് വിഷമങ്ങളില്ല. കാരണം ദൈവത്തിന്റെ ഇഷ്ടം എന്നാണ് നടന്നോട്ടെ എന്നൊരു ചിന്തയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെന്നോട്, അപ്പൊ എനിക്ക് ഒരു വലിയൊരു ദർശനം ഈശോ ഒരു ദിവസം രാത്രി തരാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ വിഷം തീണ്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് വിഷം തീണ്ടിടുന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുണ്യവതിയുണ്ട്, വിശുദ്ധ എവുപ്രാസ്യാമ്മ. അത് പക്ഷെ ഞാൻ നോവ്ഷീറ്റിൽ രോഗക്കിടക്കെ കിടന്നപ്പോ അവിടെ ഒരു കർമ്മലീത്ത സിസ്റ്റർ വന്ന് എനിക്ക് തന്ന പ്രാർത്ഥിക്കാം. അന്ന് എവുപ്രാസ്യാമ്മ വിശുദ്ധിയൊന്നും ആയിട്ടില്ല, ദേവദാസി മാത്രം, വാഴ്ത്തപ്പെട്ടോളും ആയിട്ടില്ല. ഈ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, ആ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലും എല്ലാ ദിവസവും. പക്ഷെ ഈ വിഷം തീണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി ബ്ലഡ് എല്ലാം മാറ്റി എല്ലാ മരുന്നുകളെല്ലാം ചെയ്തു, പക്ഷെ കുറയുന്നില്ല. വിഷകാരുടെ അടുത്ത് പോയി ഒത്തിരി മരുന്നുകൾ ചെയ്തു, ഈ കാലിനൊരു കുറവില്ല. ഭയങ്കര നീരാണ്, എനിക്ക് നടക്കാൻ പറ്റില്ല, നമുക്ക് ജോലിയൊക്കെ ചെയ്യണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതും എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഒരു രാത്രി ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. അപ്പൊ മദർ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും, എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ പ്രായമുള്ള അമ്മമാരാണ് ആ മഠത്തില്, ഞാനാണ് എഴുന്നേറ്റ് എല്ലാം ചെയ്യേണ്ടത്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാണ് കിടക്കുമ്പോ എന്നും എന്റെ ഓർമ്മയിലുണ്ട്, എന്റെ കട്ടിലിന്റെ അടുത്ത് വന്നൊരു സിസ്റ്റർ ഇരിക്കുക, കറുത്ത ഉടുപ്പൊക്കെ ആയിട്ടൊരു സിസ്റ്റർ ഇങ്ങനെ ഇരുന്നിട്ട് കൊച്ചെ നീ എഴുന്നേറ്റ് എന്നെ വിളിക്കുവാണ്. ഞാൻ എഴുന്നേറ്റു. അപ്പൊ ഈ സിസ്റ്റർ നിന്റെ സങ്കടം മൊത്തം എന്നോട് പറയാണ് ഈ സിസ്റ്റർ. അപ്പൊ ഞാനിങ്ങനെ സിസ്റ്ററിനോട് ഇങ്ങനെ അത് ചെയ്ത് സിസ്റ്ററെ അവരങ്ങനെയായിരുന്നു എന്നെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് സിസ്റ്ററിനോട് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് സിസ്റ്റർ പറഞ്ഞു സാരമില്ല ഈശോ ഉണ്ട്, ഇത്രയും പറഞ്ഞു. സാരമില്ല ഈശോ ഉണ്ട്. സിസ്റ്റർ പോയി. പക്ഷെ നേരം വെളുത്തപ്പോ എന്റെ കാലിന് നീരില്ല. പടത്തിൽ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ മധുര എവുപ്രാസ്യാമ്മ വന്നത് ഞാൻ ഇവിടെ വരുന്നിടം വരെ എല്ലാ ഓഗസ്റ്റ് 29 എവുപ്രാസ്യാമ്മയുടെ അടുത്ത് പോകുമായിരുന്നു. UK വന്നതിന് ശേഷം എനിക്ക് പോകാൻ പറ്റാത്തതുള്ളൂ. എവുപ്രാസ്യാമ്മ വന്നു, ഞാൻ ശരിക്കും കണ്ടതാണ് എവുപ്രാസ്യാമ്മയാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പുണ്യവതിയാണല്ലോ. ആ എവുപ്രാസ്യാമ്മ വന്ന് എന്റെ കാല് സുഖപ്പെടുത്തിയ ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പൊ ഈ വിശുദ്ധയുടെ എല്ലാം കൂട്ടം എനിക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെന്നോട് ചോദിക്കുന്നത് സിസ്റ്ററെ ഫാർമസി പഠിക്കാൻ പോകാവോ? അതെനിക്ക് അടുത്ത ഒരു സഹനത്തിന് വലിയ കാരണമായി. ഒന്നെനിക്ക് ആളുകളോട് മിങ്കിൾ ചെയ്യാൻ ഫാർമസി പഠിച്ച അവസരമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഫാർമസിയില് മരുന്ന് പെട്ടികൾക്കകത്താണ് നമ്മുടെ ലൈഫ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറെ ബില്ലടിക്കാം, കുറെ മരുന്നടുക്കി വെക്കാം, ഇതിനപ്പുറത്തൊന്നുമില്ല. എൻ്റെ ഇവിടെ ഒരു അച്ഛൻ സ്പിരിച്വൽ ഫാദർ പറഞ്ഞു കൊച്ചേ പ്രൊഫഷണൽ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഇതിന് വിടുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഒത്തിരി വിഷമമുണ്ട്. അങ്ങനെ ഞാൻ മൂവാറ്റുപുഴ ഡിസ്യൂസ് സെന്ററിന്റെ ചാപ്പലിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ചാപ്പലിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ അവിടെ ഈ കർമ്മലമാതാവുണ്ട്, അവിടെ ഭയങ്കര കർമ്മലമാതാവിന്റെ അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എത്രയോ കൊന്തകൾ ചെയ്ത് തീർത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഒരു 3 മാസം ഉണ്ടായിരുന്നു ഫോർമേഷനുള്ള ഈ നിത്യവത്തോട്ട് നമ്മൾ ഒരുക്കത്തിൽ. ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുവാണ് വലിയ സ്വർണ്ണ കതിരുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണുവാണ്. എന്നിട്ട് പിന്നെ ഒത്തിരി ഗോതമ്പിട്ടിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഞാൻ ഈ ഫാർമസിക്ക് പോണോ വേണ്ടയോ എന്നുള്ളതാണല്ലോ നമ്മളോട് ഇവര് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോ ഞാൻ പറഞ്ഞു യെസ് ഞാൻ പോക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫാർമസിക്ക് പോകുന്നത്. പിന്നെ ഫാർമസിക്ക് വിടുമ്പോഴത്തേക്കും മറ്റുള്ളവരൊക്കെ ഒത്തിരി കൊച്ചെന്തിന് ഇത്രയും പഠിക്കുന്ന ഒരാള്, ഇത്രയും നല്ല മാർക്ക് മേടിച്ച ആൾ എന്തിന് ഫാർമസിക്ക് പോകുന്നു, എല്ലാവരുടെയും ചോദ്യങ്ങൾ അതാണ്. എനിവേ ഞാൻ ഫാർമസിക്ക് പോയി, ഫാർമസി പഠിച്ചു, എല്ലായിടത്തും നല്ല റാങ്കൊക്കെ ഈശോ എനിക്ക് തരുവാണ്. ഫാർമസിയുടെ 1-ാം വർഷം. അപ്പൊ എന്റെ ശുശ്രൂഷ അന്ന് ഒരു വചനം കൊടുത്തോളൂ, പിന്നെ വേറെ ആളുകളായിട്ടൊന്നും യാതൊരു മിംഗ്ലിങ്ങും എനിക്കില്ല. പക്ഷെ എന്റെ ഈ ഫാർമസിക്ക് ഈശോ എന്നെ വിട്ടപ്പോഴാണ് എന്റെ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈശോയെ കൊടുക്കണം. അപ്പൊ ഞാൻ കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചു എന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഏത് രീതിയിൽ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു വചനം പറയണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും എനിക്കില്ല. പക്ഷെ എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഈശോയോട് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അന്നേരം അവിടെ വെച്ചാണ് ഈ ഹോസ്റ്റലിലെ പിള്ളേരൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും വരികയല്ല, അവർക്ക് അതിനൊന്നും സമയമില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, അപ്പൊ എനിക്ക് അന്നേരം ഒരാഴ്ചയില് ഒരു ദിവസം രാവിലെ ഞാൻ കാണുന്ന ഒരു കുരിശും ബൈബിളുമാണ് കുർബാനയ്ക്ക് കാണുവാണ്.
അപ്പൊ എനിക്ക് മനസ്സിലായി ഈശോ എന്തിനാ ഈ കുരിശും ബൈബിളും തന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ കുരിശും ബൈബിളും എന്റെ മനസ്സിലുണ്ട്, എന്റെ മനസ്സിൽ ഈ കുരിശും ബൈബിളും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ രോഗങ്ങളൊന്നും എന്റെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇതൊക്കെ എന്റെ കൂടെ ഉണ്ട്. ഞാൻ അതൊക്കെ വെച്ചാണ് ഈ പഠിക്കാൻ പോയിരിക്കുന്നത്. പിന്നെ പഠിക്കാൻ ഭയങ്കര പാടാണ്. കെമിസ്ട്രി ഒത്തിരി ഉണ്ട്, ഫാർമസി അത്ര എളുപ്പമല്ല പഠിക്കാൻ. അപ്പൊ അതുമെല്ലാം ഭയങ്കര സ്ട്രഗിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കാം. പിന്നെ ഗ്യാപ്പിലാണല്ലോ പഠിക്കാൻ പോയേക്കുന്നത്. ഇത്രയും വർഷത്തിന് ശേഷമുള്ള ഒരു പഠിത്തമാണ്. അന്നേരം ഈ കുരിശും ബൈബിളും കാണിച്ചത് കൊണ്ട് എനിക്ക് തോന്നി വചനം പഠിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്റെ മനസ്സിൽ വരുവാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു 5 പേര് ഇന്ന് വൈകിട്ട് എന്റെ മുറിവാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് അവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് വൈകിട്ട് അസംബ്ലിയുടെ സമയത്ത് നമ്മൾ ഒരുമിച്ച് വർത്താനമൊക്കെ പറയുന്ന സമയത്താണ് പിള്ളേരോട് പറയുന്നത്. ഞാൻ ഈ 5 പേരെ വിളിച്ചെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 19 പേര് എന്റെ മുറി വന്നു. അത് ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഇവരെല്ലാവരും നമ്മൾ ഹോസ്റ്റലിലെ പിള്ളേരാണല്ലോ. ഒരുമിച്ച് വന്നു. 3 സിസ്റ്റർമാരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൈസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ സ്തുതിച്ചും. കാരണം എനിക്ക് മറ്റേ ധ്യാനത്തിലുള്ള ഒരു ഭാഷാവരും അതെല്ലാം ഈ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രൈസ് ചെയ്ത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു കൊച്ചു പൊട്ടിക്കരയാണ്. അപ്പൊ ആ കൊച്ചിന്റെ ചെവി കേൾക്കത്തില്ലായിരുന്നു, ഒരു ചെവി കേൾക്കത്തില്ല. ആ ചെവിക്കകത്തോട് ബ്ലഡ് വരുവാന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അവളുടെ ചെവി ഈശോ തുറന്നു കൊടുത്താ ചെവി കേൾക്കാൻ പറ്റി. അപ്പൊ വേറെ കൊച്ചിന്റെ PCOD ആയിരുന്നു. അപ്പം ഇങ്ങനെ പീരീഡ് ആകാതെ മാസങ്ങളോളം കൊച്ചു നിൽക്കുവായിരുന്നു. ആ കൊച്ചിന് ആ സമയത്ത് കർത്താവ് പീരീഡ് കൊടുക്കുവാണ്. അപ്പൊ ഇങ്ങനെ ദൈവം ഒത്തിരി നിമിഷങ്ങൾക്കകം ഞങ്ങൾ 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ആളുകൾ പ്രൈസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഭയങ്കര സ്തുതിപ്പ്. ഈ പിള്ളേർക്കൊക്കെ ഭാഷാപരം കിട്ടുന്നു. ഒരു ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു കൊച്ചുണ്ട് ഇവിടെ, മലയാളം ഒരിക്കലും വായിച്ചില്ല. അവള് മലയാളം വായിക്കുവാണ്, സോണിയ. മലയാളം എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിക്കുവാണ്. അവള് സുഭാഷിതങ്ങളാണ് വായിച്ചു, ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ദൈവം ഭയങ്കര ഒരു മിറക്കിൾ ചെയ്തു. ഇപ്പൊ പിറ്റേ ദിവസം തൊട്ട് പിള്ളേർ പ്രാർത്ഥന എപ്പോഴാന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് സിസ്റ്റർ അറിഞ്ഞു, വാർഡൻ സിസ്റ്റർ അറിയുവാണ്. സിസ്റ്റർ അറിയാതെയാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തിയത്. സിസ്റ്റർ അറിഞ്ഞു. സിസ്റ്ററിന് അപ്പൊ ഞാനും വരുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഒരു ദിവസം പ്രാർത്ഥന സിസ്റ്റർ പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിയാന്ന് പറഞ്ഞു, നമുക്കിത് ഹോസ്റ്റൽ ചാപ്പലിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്റ്റൽ ചാപ്പലിൽ പ്രാർത്ഥന, പള്ളി പ്രാർത്ഥന. എന്റെ കോളേജിൽ ഞാൻ 4 വർഷം ജീവിച്ചെങ്കിൽ ആ 4 വർഷം കൊണ്ട് കോളേജിലെ 150 മുകളിൽ പിള്ളേരെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു, ധ്യാനിപ്പിച്ചു അവരെല്ലാം. അങ്ങനെ എന്റെ ശുശ്രൂഷകൾ അങ്ങ് ദൈവം സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ ദൈവം എന്നെ ഒരുപാട് ബ്ലെസ് ചെയ്തൊരു സമയം എൻ്റെ ലൈഫിൽ. എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ ദൈവം എന്നെ ബ്ലെസ് ചെയ്തൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ ഫാർമസി പഠിക്കുന്നതും. കർത്താവ് എന്നെ ഒത്തിരി ആ സമയത്ത് അപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം മറ്റുള്ളവർ വചനം പറയുന്നില്ല, പക്ഷെ കൗൺസിലിംഗ് ശുശ്രൂഷ ദൈവം എനിക്ക് തരുന്ന സമയം അതാണ്. മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം തരുന്ന മെസ്സേജുകൾ പങ്കുവെക്കുക, അങ്ങനെ ഒത്തിരി. അപ്പം എൻ്റെ കോൺഗ്രിഗേഷനിലാണെങ്കിൽ അങ്ങനെ ഒരു സ്തുതിപ്പ് പ്രാർത്ഥനകളോട് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, വചന പ്രഘോഷണം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ വ്യത്യസ്തയായി നിൽക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു വന്ന ഒരാള്. അപ്പൊ ഇതോടെ ആയപ്പോഴത്തേക്ക് ഒരു ചോദ്യചിഹ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എൻ്റെ ഫാർമസി കാലഘട്ടത്തിലെ പഠന കാലഘട്ടം ദൈവം നയിക്കുന്നത്. അങ്ങനെ ആ ഒരു പഠനം അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നല്ല മാർക്കോടെ മാർക്ക് മേടിച്ചാണ് ഞാൻ തിരിച്ചു എൻ്റെ മടത്തി വരുന്നത്. അതായിരുന്നു എൻ്റെ ഫാർമസി കാലഘട്ടം. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞിട്ടും പിന്നെ നേരെ മിനിസ്ട്രിയിലോട്ട് പോകാറുണ്ട്, നീ കുറച്ച് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട്? അങ്ങനെ കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ട് എനിക്ക് മിനിസ്ട്രിയിലോട്ട് പോകാൻ പറ്റിയില്ല. അത് പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഉപരിപഠനം നടത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഊട്ടിയില് JSS കോളേജില് ഫാംഡി പഠിക്കുക എന്നൊക്കെ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം ഞാനത് ആഗ്രഹിച്ചത് ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ. കാരണം BPharm പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഫാർമസിക്കകത്ത് നിൽക്കണം. അതേസമയം നമ്മൾ MPharmലേക്ക് പോയാൽ നോർമലി നമുക്ക് MPharm ഫാർമസി കോളേജുകളിൽ പഠിപ്പിക്കാം. സോ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ഞാൻ അവിടെ ബൈൻഡാണെങ്കിൽ പോലും സാറ്റർഡേ സൺഡേ ഫ്രീ ആവും. അപ്പൊ എനിക്ക് ധ്യാനം പറയാം, ആളുകളോട് സംസാരിക്കാം. എനിക്ക് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് എൻ്റെ അധികാരികൾ അതിനെ പ്രൊമോട്ട് ചെയ്തു. JSS പോയി അഡ്മിഷൻ എടുത്തോളാം. പക്ഷെ അഡ്മിഷൻ എടുക്കാനായിട്ട് നമുക്ക് 1 lakhs ആവശ്യമുണ്ട്. അപ്പൊ എൻ്റെ അധികാരികൾ എനിക്ക് പൈസ തന്നു. ഞാൻ മടത്തി വന്ന് ഹോസ്റ്റലിൽ നിന്ന് മടത്തി വരുന്നു. നേരത്തെ പരീക്ഷ എഴുതുന്ന മുമ്പ് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കാൻ പോകാനായിട്ട് പൈസ തന്ന് മടത്തി വന്ന് ഇരിക്കുകയാണ്. മടത്തി വന്നിരുന്നിട്ട് ഞാൻ വൈകിട്ട് എല്ലാ അധികാരികളെ ചെന്ന് കണ്ടുവാണ്. ഇപ്പൊ നമ്മുടെ കൗൺസിൽ ടീമിനെയൊക്കെ മൊത്തം ഒന്ന് പോയി കണ്ട് നാളെ പോവാണ്, ബ്ലെസ്സിങ് മേടിക്കണം. അപ്പൊ അതിനുവേണ്ടി ആ സുപ്പീരിയേഴ്സിന്റെ അടുത്തൂടെ ചെന്നപ്പോൾ ഒരു സിസ്റ്ററിന് ഒരു ഹാപ്പി അല്ല. ഞാൻ പഠിക്കാൻ പോകുന്ന സിസ്റ്ററിന് സന്തോഷം കൊടുക്കുന്നില്ല. കാരണം സിസ്റ്ററിന് ഒരുപാട് ഇഷ്ടമാണ് വചന പ്രഘോഷണം മേഖലകൾ. ഇപ്പൊ സിസ്റ്ററിന് ഒരു കരിസ്മാറ്റിക് സ്പിരിറ്റ്, ഒരു ഫയർ സിസ്റ്ററിന്റെ ഉള്ളിലുള്ള ആളാണ്. അപ്പോൾ ആ സിസ്റ്റർ, അത് ഇന്നത്തെ എന്റെ പ്രൊഫഷനമ്മയാണ് ആ സിസ്റ്റർ. അപ്പൊ സിസ്റ്റർ ഓർത്തു ഞാൻ ആളുകൾക്കിടയിൽ പോയി ഈശോയുടെ വചനം പറയും. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ലോകത്തോടൊരു ആഗ്രഹം, പഠിക്കണം എന്നൊരു മോഹമാണെന്ന് സിസ്റ്ററിന്റെ മനസ്സിൽ കിടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു എന്നാണ് ഇഷ്ടമുള്ളതും ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു. സിസ്റ്ററിന്റെ മുഖം അങ്ങോട്ട് മാറിയിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ബ്ലെസ്സിങ് അല്ല, പകരം സിസ്റ്ററിന് ഒരു ഇഷ്ടക്കേട്.
അപ്പൊ ഞാൻ മുറി വന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി സിസ്റ്ററിന് താല്പര്യമില്ല. അതായത് സന്യാസത്തില് ഒരു സിസ്റ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് പേരൻസ് അല്ല നമുക്ക് ഇമ്പോർട്ടൻസ്, നമ്മളെ ബ്ലെസ് ചെയ്യണത് നമ്മുടെ സുപ്പീരിയേഴ്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്താലും എനിക്ക് സുപ്പീരിയേഴ്സിന്റെ ബ്ലെസ്സിങ് ഇല്ലെങ്കിൽ ഒരിക്കലും അത് ശരിയാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു വിശ്വാസമാണ് അത്. അപ്പോൾ ഈ 4 പേരിൽ ഒരാൾക്ക് മനസ്സുകൊണ്ടൊരു ഇഷ്ടം വന്നിട്ടില്ല. ഞാൻ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ആ കിട്ടിയ 1 ലക്ഷമായിട്ട് രാത്രി 11:30 കഴിഞ്ഞ് പ്രൊഫഷണൽ അമ്മയുടെ അടുത്ത് ചെല്ലുവാണ്. ഞാൻ ആ പണം കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് എന്താ പറ്റി, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും ഒന്നും പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ 4 പേര് ഒരുമിച്ച് ബ്ലെസ് ചെയ്താലേ എന്റെ ഈ പഠനം കൊണ്ട് ബ്ലെസ്സിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് 4 പേർക്ക് ഒരുമിച്ച് ബ്ലെസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം നിങ്ങൾ എന്നെ വിട്ടോളാൻ പറഞ്ഞു. എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊക്കെ ദൈവം കട്ട് ചെയ്തു. പക്ഷെ എന്തിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ തരാത്തതെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവുണ്ട്. കാരണം ദൈവം ഏറ്റവും നല്ലത് തരാനായിരുന്നെന്ന് ഞാൻ തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് അന്ന് നമുക്ക് വിഷമമുണ്ട്. ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ചത് എനിക്കത് ഭാരമുള്ള സമയങ്ങളാണ്, ബുദ്ധിമുട്ടുണ്ട്, സങ്കടമുണ്ട്. അപ്പൊ എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് വിടുവാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിലാണ് പിന്നീടുള്ള എൻ്റെ ഒരു വർഷക്കാലം. അപ്പൊ ഫാർമസി നല്ല വർക്കുണ്ട്, 13-14 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേദപാഠം ഒന്നും സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് വരും. അപ്പൊ നമുക്ക് വേദപാഠം ഒന്നും പഠിപ്പിക്കാൻ പോകാൻ പറ്റില്ല, ആൾക്കാരോട് മിണ്ടാൻ പറ്റില്ല. എന്താ പറയാ, നമുക്കൊന്നിനും ഒരു സമയമില്ല. ഈവൻ പ്രാർത്ഥിക്കാൻ പോലും സമയം കുറവാണ് നമുക്ക്. അപ്പൊ ആ ഒരു സമയത്ത് ഒത്തിരി കണ്ണുനീരൊഴുക്കി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ദൈവം എന്നെ വിളിച്ച്, ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരുപക്ഷെ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ ഓർക്കുമായിരിക്കും, ഈ ഫാർമസി നിൽക്കുന്നവരാണ് ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനല്ല. എൻ്റെ ഉള്ളില് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഈശോയെ ശുശ്രൂഷിക്കാൻ എനിക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ കൗൺസിലിങ്ങും വചന ശുശ്രൂഷയൊക്കെ ചെയ്യണം, അവർക്കൊരു താങ്ങാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുവാണ് ഞാൻ ഈ ഫാർമസിയിൽ നിന്നാൽ എനിക്ക് പറ്റില്ല. എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുവാണ്. ഇപ്പൊ ഞാൻ പറയും ഫാർമസിയിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വചന പ്രഘോഷണത്തെക്കാൾ വലുതാണ് ഫാർമസിയിൽ അധികാരികൾക്ക് വിധേയമായി നിൽക്കുന്ന ആളുകൾ. അത് വേറൊരു വിളിയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ വിളിയാണ്. അപ്പൊ ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിളി ശരിയല്ല, ഇതാണ് ദൈവവിളി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അനേക സിസ്റ്റേഴ്സിന്റെ ലൈഫിൽ ആരാലും അറിയപ്പെടാതെ ഒരു നേഴ്സായിട്ട് ജീവിച്ചുകൊണ്ട്, ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ട്, ലാബിൽ വർക്ക് ചെയ്തുകൊണ്ട് അവർ എത്രയോ ആത്മാക്കളെ നേടുന്നു. എന്തുമാത്രം പ്രാർത്ഥനയുടെ വ്യക്തികളായിട്ട് മാറുന്നു. അവർ ചെയ്യുന്ന ഓരോ വലിയ ശുശ്രൂഷകൾ അത് വലിയൊരു ശുശ്രൂഷയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയൊരു ബോധ്യത്തിൽ നിന്നാണ് ഞാനിപ്പോ അത് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഈശോ എന്നെ ഇവിടെ അല്ല തോന്നുവാണ്. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ വിധേയപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ശുശ്രൂഷയ്ക്ക് എന്നെ ആര് വിളിച്ചാലും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഞാൻ വർക്കിനാൽ തന്നെ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം ഫസ്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. പിന്നെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനിരിക്കാനൊന്നും സാഹചര്യങ്ങൾ കുറവാണ്. അപ്പോഴാണ് എനിക്ക് ഓൾ ഇന്ത്യയുടെ ഒരു എൻട്രൻസ്, GPATന്റെ ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ എനിക്ക് ഒട്ടും പൈസ ഇല്ലാതെ എനിക്ക് PG പഠിക്കാൻ പോകാൻ പറ്റും. അങ്ങനെ എനിക്ക് ഒരു ഓപ്ഷൻ വരുവാണ്. അപ്പൊ എന്റെ പ്രൊഫഷണൽ പറഞ്ഞു, ആൻമരി ഇത് എഴുതിയെടുത്തിട്ട് ആൻമരി ഇത് പാസ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ആൻമരിയെ പഠിക്കാൻ വിട്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ ഈശോയോട് ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഈശോ ഞാൻ വചനം പ്രഘോഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എക്സാം എനിക്ക് തരണം, ഇത് ഞാൻ പാസ്സാകണം. പക്ഷെ എനിക്ക് പഠിക്കാൻ സമയമില്ല. അങ്ങനെ ഞാൻ ഒരു ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് ഈ എക്സാം വരുന്നത്. ഈ എക്സാമിന് വേണ്ടി ഞാനൊരു പുസ്തകം മേടിച്ചു വെച്ചു. 1000 രൂപയായി എക്സാമിന്. എക്സാമിനും 1000 രൂപയായി. അതെല്ലാം രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വലിയൊരു പുസ്തകം, എനിക്ക് പിടിക്കാൻ പോലും പറ്റാത്തൊരു പുസ്തകം കൈ പിടിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ എക്സാമിന്റെ തലേ സിസ്റ്ററോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഇന്നൊരു ലീവ് തരാൻ പറ്റുമോ, കാരണം എനിക്ക് ഒന്നുമില്ലല്ലോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഒന്നും ഓർമ്മയില്ല, വലിയൊരു എൻട്രൻസ് എക്സാം ആണ്, എന്തെങ്കിലും വായിക്കണം. സിസ്റ്റർ കഴിഞ്ഞ് നാളെ ഡെന്റിസ്ട്രി ഒക്കെ ഉള്ള ദിവസമാണ്, ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് സിസ്റ്റർ പറയുന്നു. അങ്ങനെ ഞാൻ വൈകിട്ട് 5 മണി വരെ ഞാൻ ജോലി ചെയ്തിട്ട് എറണാകുളത്താണ് പരീക്ഷ. അവിടുന്ന് 8 മണി കഴിഞ്ഞ് 9 ആകാറായി ഞാൻ ബസ്സേ കയറി എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ചെന്നു. പിന്നെ എനിക്ക് കഞ്ഞി പോലും കുടിക്കാൻ പറ്റില്ല, അതുപോലെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പുസ്തകം എൻ്റെ അടുത്തിരുന്നു, ഒന്നും പഠിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോയി എക്സാം ഹോളിൽ ചെല്ലും. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. കാരണം എനിക്ക് എവിടെ നിന്ന് പഠിക്കണമെന്ന് ഒന്നും പഠിച്ചിട്ടില്ല, പുസ്തകം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഒന്നും പഠിച്ചിട്ടില്ല. അകത്ത് കയറി ഇരുന്നപ്പോ നമുക്ക് ഓൺലൈനാണ് എക്സാം. അപ്പൊ ഇങ്ങനെ 125 ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഒത്തിരി ഉണ്ട്. ഇപ്പൊ നോക്കിയപ്പോ നല്ല കളറാണ്, ഒന്നിന് മഞ്ഞ, ഒന്നിന് പച്ച, അങ്ങനെ കളറാണ്. അപ്പൊ ഞാൻ ഓർത്തെന്നാ എല്ലാം ഒരു വിബ്ജിയോർ കളറിൽ അടിച്ചു വെക്കാം. അപ്പൊ ഏതാണ് എന്റെ ഉത്തരം എന്ന് അറിയത്തല്ലോ, പച്ചയ്ക്ക് ചേരുന്ന മഞ്ഞ, മഞ്ഞയ്ക്ക് ചേരുന്ന അടുത്ത വെള്ള, ഇങ്ങനെ എല്ലാം മൊത്തം അടിച്ചു. അപ്പൊ ഞാൻ 124 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ബുദ്ധിയുള്ളവരാരും ചെയ്യാല, കാരണം നെഗറ്റീവ് മാർക്കുണ്ട്, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് 124 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും എത്രയെന്ന് മാതാവേ ചൊല്ലി.
പിന്നെ എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കിടന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. എന്റെ പേനാഭാഷകളിൽ നിന്ന് ഉറങ്ങിപ്പോയി. എന്റെ പേനയൊക്കെ താഴെ പോയി. നല്ല AC ഹോളായിരുന്നു. ഞാൻ മടുത്തിരിക്കുമല്ലേ, ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് എന്റെ അടുത്തൊരു നാള് വന്നതിന് തട്ടിയേറ്റ് പേനയൊക്കെ എടുത്ത് കൈ തന്നു, എല്ലാം ഫോണൊക്കെ എടുത്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇറങ്ങാൻ നേരം അപ്പൊ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും നാള് പഠിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ഉത്തരം ശരിയായിരിക്കും, അത് ഉറപ്പാണ്, അതിന്റെ ഉത്തരം ശരിയാണെന്നാണ് എന്റെ മനസ്സിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ശരിയാണ്, ലിവർ ആണെന്നുള്ള ഉത്തരം ലിവർ എന്നുള്ള രീതിയിൽ ഇറങ്ങി വരികയാണ്. എന്റെ കൂട്ടുകാരി ചോദിച്ചു, സിസ്റ്ററെ അതിന്റെ ആൻസർ എന്നാ സിസ്റ്റർ എഴുതിയത്? ഞാൻ പറഞ്ഞു ലിവറാണ്, എനിക്കത് മാത്രം അറിയത്തുണ്ടായിരുന്നുള്ളൂ. ഉടനെ അവള് പറഞ്ഞിടി, അപ്പൊ സിസ്റ്ററെ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ ഉത്തരം സ്പ്ലീനാന്ന് പറഞ്ഞു. അതോടുകൂടി അതുകൂടെ തീർന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനിയിപ്പോ ഇത് ആരോടും പറയണ്ട, നമ്മൾ ജയിക്കുകയല്ല, പിന്നെ നാട്ടുകാരോട് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ അങ്ങനെ അവിടുന്ന് പോന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആരോടും പറയരുത്, എക്സാം ഡേറ്റ് വന്നാൽ റിസൾട്ട് വരുമ്പോൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ, എന്റെ കൂടെ പഠിച്ച കോച്ചില്ല അതിനെ കുറിച്ച്. അപ്പൊ ഞാൻ എന്തേലും പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു മടത്തി വരുന്നു. അങ്ങനെ മാർച്ച് മാസം 26-ാം തീയതി എനിക്ക് ഗോവയിലൊരു ധ്യാനം വരുവാണ്. അപ്പൊ ഞാൻ ഇവരോട് ഒത്തിരി ചോദിച്ചു, എന്നെ വിടുവാ, അങ്ങനെ എന്നെ ധ്യാനത്തിന് വിടുവാണ്. അപ്പൊ ഞാനിങ്ങനെ മഡ്ഗാവിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങുന്ന ഒരു ദിവസം 25-ാം തീയതി, അതായത് വെളുപ്പിനാണ് നമ്മൾ ചെന്നിറങ്ങുവാണ്. അപ്പൊ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് 2007 ഈശോ ഒരു ദർശനം തന്നിട്ടുണ്ട്. ഞാനൊരു ധ്യാനത്തിന് പോയ സമയത്ത്. അത് അവിടെ ക്രിസ്റ്റീനിലാണ് ധ്യാനത്തിന് പോയത്. അപ്പൊ അവിടെ ആ ധ്യാനത്തില് ഇങ്ങനെയാണ് സംഭവം, അവര് നമുക്കൊരു ഭൂപടം നമ്മുടെ കൈ തരും. എന്നിട്ട് അവർ പറയുന്ന ഇതാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈശോയുടെ വചനം പറയാൻ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂപടത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ആ ഭൂപടത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങൾക്ക് ഈശോ കാണിച്ചു തരും. അങ്ങനെയാണ് അവിടെ നിന്ന് ബ്രദർ പറയുന്നത്. അങ്ങനെയാണ് ഈ ധ്യാനം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഞാൻ 2 ദർശനങ്ങൾ കണ്ടു. ഈശോ എനിക്കൊരു രാജ്യം വെളിപ്പെടുത്തി തന്നു. രണ്ടാമത്തെ കാര്യം, ഈശോ എനിക്ക് തന്ന ഒരു ദർശനം ഇതാണ്, ഫ്രാൻസിസ് സേവിയർ വലിയ കടത്തീർത്ത് ഒന്ന് വചനം പറയാണ്. ഫ്രാൻസിസ് സേവിയർ, ഞാൻ ഫ്രാൻസിസ് സേവിയറിനോട് അങ്ങനെ വലിയ പുണ്യം ഒന്നും എനിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഇങ്ങനെ വചനം ഒത്തിരി യുവജനങ്ങൾ നിൽക്കുവാണ്. എന്നിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ കാണുവാണ്. അപ്പൊ ഇതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല, എനിക്ക് ഈശോ തന്നൊരു ദർശനമാണല്ലോ. അപ്പൊ ഈ മഡ്ഗാവ് ചെന്ന് ഇറങ്ങുമ്പോ കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, നീ ഓർക്കുന്നുണ്ടോ 2007? എന്റെ ചെവിയിൽ ഇങ്ങനെ ആരോ പറയാണ്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ്, അപ്പൊ ഞാൻ പോകുന്നതെന്നാണ് 2013 ഞാൻ പോകുന്നത്. 2007 എനിക്ക് ഈശോ ദർശനം തരുന്നത്. മഡ്ഗാവ്, ഞാനിത് മറന്നുപോയി, എനിക്കിത് ഓർമ്മയില്ല. പക്ഷെ മഡ്ഗാവ് ചെന്ന് ഇറങ്ങുമ്പോൾ കർത്താവ്, നീ ഇത് ഓർക്കുന്നുണ്ടോ? ഞാൻ വചനം പറഞ്ഞത് ഫ്രാൻസിസ് സേവിയറിന്റെ ഓൾഡ് ഗോവയിലുള്ള സാങ്ക്ലി എന്ന് പറയുന്ന സ്ഥലത്തോടെ ഫ്രാൻസിസ് സേവിയറിന്റെ ശവകുടി ഇരിക്കുന്ന ആ പള്ളിയുടെ എവിടെയാ നിന്നാണ് ഞാൻ വചനം പറയുന്നത്. അപ്പൊ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തു, ഇത് സംഭവിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ്, ഈ ധ്യാനത്തിന് പോകുന്ന സമയത്ത് എന്റെ കൂട്ടുകാരി വിളിക്കുകയാണ്, സിസ്റ്ററെ റിസൾട്ട് ഔട്ടായി, സിസ്റ്ററിന്റെ നമ്പർ ഇങ്ങ് പറയാമെങ്കിൽ സിസ്റ്ററിന്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, ജയിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നീ അത് ആരോടും പറയണ്ട, ഞാൻ തരുകയില്ല, നമ്പർ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൾ ഒത്തിരി ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഗോഡ് പ്രോമിസ്, ആരോടും പറയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി അവൾ ആരോടും പറയലായിരിക്കും. ശരി, അവൾക്ക് ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പിന്നെ ഒരു അനക്കവും ഇല്ല. അപ്പൊ തോറ്റു നമുക്ക് ഉറപ്പല്ല, നമുക്ക് അല്ലെങ്കിൽ തോറ്റം നമുക്കറിയാം, പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞ് ഇവൾ എന്നെ വിളിക്കുവാണ്. വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ പാസ്സാണ്, ഞാൻ തോറ്റുപോയി. അവളുടെ സ്പ്ലീൻ ശരിയായി, പക്ഷെ അവള് തോറ്റുപോയി, ഞാൻ ജയിച്ചു. അപ്പൊ എന്റെ ദൈവം എന്ന് പറയുന്ന ആള്. അപ്പൊ എനിക്ക് ഉറപ്പായി ഞാൻ ജയിക്കണം എന്നുള്ളത് എന്റെ ഈശോയുടെ പ്ലാനായിരുന്നു. ഞാൻ ഈശോയ്ക്ക് വേണ്ടി വചനം പറയണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവം എന്നെ ജയിപ്പിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൗത്യം എനിക്കുണ്ടെന്ന് ഒരടയാളം ദൈവം എനിക്ക് തന്ന് അത് സ്ഥിരീകരിക്കുമായിരുന്നു. എന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഞാൻ ദൈവത്തോട് പലപ്പോഴും ഞാൻ, കർത്താവ് ഇത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം. ഞാൻ പലപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് ഈശോയോട്. എനിക്കതൊരു തെറ്റായിട്ട് ഒരിക്കലും തോന്നാറില്ല. ദൈവഹിതം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചെന്നോട് പറഞ്ഞാലും എനിക്കത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് അതിനോട് ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അതങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ ഫോളോ ചെയ്ത് അതങ്ങ് ഉറപ്പിച്ചു. പിന്നെ ഇനി മുന്നോട്ട് കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഒപ്പം ഞാൻ ഒത്തിരി എൻട്രൻസുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ എൻട്രൻസുകളും എഴുതി, ദൈവത്തിന്റെ കൃപയിൽ എഴുതി എല്ലാ എൻട്രൻസും ഈശോ എനിക്ക് തന്നു. ഈ എൻട്രൻസ് നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് സ്കോളർഷിപ്പാണ് നമ്മൾ ഈ എൻട്രൻസ് ഇത് കൊണ്ട് കിട്ടുന്നത്. അപ്പൊ എനിക്ക് only 35,000 രൂപ കൊടുത്താൽ എനിക്ക് 2 വർഷം പഠിക്കാം. ഭക്ഷണവും അക്കോമഡേഷനും ഫീസും എല്ലാം ഉള്ള ഒരു സ്ഥലം കിട്ടി. ഹാജിപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ ഹാജിപ്പൂർ എനിക്ക് അഡ്മിഷൻ കിട്ടും. ഞാൻ അവിടെ ചെന്ന് വലിയൊരു ഇന്റർവ്യൂ പാനലാണ്, അവിടെ ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മൾ ജനറൽ കോട്ടയിലാണ്, കിട്ടാൻ പാടാണ്. പക്ഷെ എനിക്കത് കിട്ടി. ഞാൻ അവിടെ ചെന്ന് നിൽക്കുവാണ്. അവിടെ ചെന്ന് നിന്നപ്പോ അവർ എന്നോട് പറഞ്ഞു, ഹോസ്റ്റൽ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, വെനസ്ഡേ മാത്രമേ പുറത്തു വിടുകയുള്ളൂ. അപ്പോ
വെനസ്ഡേ മാത്രം എനിക്ക് കുർബാനയുള്ളെന്ന് അതിനർത്ഥം. വേറെ ഒരു ദിവസം പോലും കിട്ടിയല്ല. അവൻ അവിടെ നിന്നോണ്ട് എന്റെ അധികാരി വിളിക്കുവാണ്, ഇങ്ങനെ വെനസ്ഡേ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ, അന്ന് മാത്രമേ കുർബാനയുള്ളൂ, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവിടുന്ന് അധികാരി പറയുകയാണ്, സിസ്റ്ററെ ആൻമരിയക്ക് ഇഷ്ടമുള്ള ഡിസിഷൻ ആൻമരിയക്ക് എടുക്കാം. കാരണം കുർബാന വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ആൻമരിയയുടെ ഡിസിഷനാണ്. ഞങ്ങളൊന്നും പറയല, ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വിടിയല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവമായിട്ട് അടയാളം തന്നു, ഞാൻ എം.ഫാം പഠിക്കുന്ന ഇവർ അടയാളം തന്നു, സ്കോളർഷിപ്പും പാസ്സായി. പക്ഷേ വിശുദ്ധ കുർബാന എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണം? ഇത് യെസ് പറഞ്ഞാൽ എനിക്ക് വിശുദ്ധ കുർബാന നഷ്ടപ്പെടും, ബാക്കി 6 ദിവസവും കുർബാനയില്ല. ഞാൻ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള ചാൻസ് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടും. അപ്പൊ എനിക്ക് പിന്നെ മുന്നോട്ട് മനുഷ്യയോട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കിനി ഒരു വചനം പറയാനോ ഒന്നും ഒരു അവസരങ്ങളില്ല എന്റെ ലൈഫിൽ. ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചിട്ട് ഞാനത് വേണ്ടെന്ന് വെക്കുക. ഞാൻ അത്രയും എവിടുന്ന് കേരളത്തിൽ നിന്ന് ഞാൻ എവിടെ ചെന്നിട്ടാണ്, പഞ്ചാബിൽ ചെന്ന് ആണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ആണ് ഞാൻ അവിടെ വെച്ചത് നോ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുവാണ്. ഈ സമയത്ത് ഞാൻ മണിപ്പാലിന്റെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. മണിപ്പാൽ എൻട്രൻസ് എഴുതി ഞാൻ പാസ്സായതായിരുന്നു. പക്ഷെ എനിക്ക് അതേ ദിവസമാണ് ഇവിടുത്തെ ഇന്റർവ്യൂ വന്നത്. അപ്പം മണിപ്പാൽ വേണ്ട, ഇതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു, ഇത് നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. തിരിച്ചു മടത്തി വന്നപ്പോൾ അവര് പറഞ്ഞു, ഇനിയിപ്പം ഓരോരുത്തോട്ടും പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട എന്ന് പറയാൻ. അപ്പൊ അന്ന് മടത്തി വന്ന അപ്പൊ എന്റെ ഒരു സിസ്റ്ററിന് എന്നെ PG പഠിക്കാൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, ഞാൻ B.Pharm പഠിച്ച കോളേജിൽ തന്നെ പോയി PG പഠിച്ചോളാൻ പറഞ്ഞു. അന്നേരം അവിടെ ആ വർഷമാണ് PG തുടങ്ങിയേക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കോളേജിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമില്ല. അത് തുടങ്ങിയതോളൂ, അവർക്ക് വലിയൊരു പാരമ്പര്യമൊന്നും ഇല്ലെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുവാണ്. പക്ഷെ അധികാരികൾ പറയുന്ന യെസ് പറഞ്ഞല്ലേ പറ്റൂ. ഞാൻ അതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ വൈക്കം ചേർത്തലയ്ക്ക് പോകാനുള്ള ബസ്സേ കയറിയിരിക്കുവാണ്. അപ്പൊ ഞാൻ അന്നേരം ഈ ഒരു വചനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, സങ്കീർത്തനം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ വചനം വരുന്നു. ആ വചനം വന്നു, ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് എൻ്റെ സുപ്പീരിയർ എന്നെ ഫോൺ വെക്കുവാണ്. അപ്പൊ എനിക്കൊരു മെയിൽ ഓട്ടോമാറ്റിക്കലി വന്നു, മണിപ്പാൽ കോളേജ് എന്നെ വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ സുപ്പീരിയറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻമരിയ മണിപ്പാലിൽ നിന്നൊരു മെയിൽ വന്നിട്ടില്ല, ആൻമരിയക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആൻമരിയ മണിപ്പാൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഇവർ പറഞ്ഞു ചേർത്തലയ്ക്ക് പോകാൻ പറയുന്നു. ഞാൻ യെസ് പറയാനല്ല, നമ്മൾ ഒരിക്കലും നോ പറയുന്നില്ല. ഞാൻ യെസ് പറഞ്ഞ് ഞാൻ ഇവരുടെ കൂടെ യാത്ര ചെയ്യുവാണ്. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എൻ്റെ ഈശോയ്ക്ക് അറിയാം. ആ സമയം അവരെ കൊണ്ട് തന്നെ ഈശോ ഇങ്ങോട്ട് വിളിപ്പിക്കുവാണ്. ഞാനല്ല അവരെ വിളിക്കുന്നത്, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ട് ഈശോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ആൻമരിയെ പോയി മണിപ്പാലിൽ ചേർന്നോളാൻ പറയാം. അങ്ങനെ ഞാൻ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. ഈശോ എനിക്ക് അവിടെ 2nd റാങ്കാണ് M.Pharmന് തന്ന്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. ഞാൻ അവിടെ പഠിച്ച് പാസ്സായി. അവിടെ വെച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും, ഞാൻ ഇങ്ങനെ മൂവാറ്റുപുഴ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നതും പഠിപ്പിക്കാനൊക്കെ ആരംഭിക്കുന്നതൊക്കെ അവിടെ വെച്ചാണ്. ദൈവം എന്നെ അവിടെ ഒരുപാട് ഈശോ ഒത്തിരി സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് വലിയ മേജർ ഓപ്പറേഷനൊക്കെ നടന്നു. പക്ഷെ ദൈവം എന്നെ ഒരുപാട് എല്ലാ വിധത്തിലും ബ്ലെസ് ചെയ്തു. പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അവസരം തന്നു, ബൈബിൾ പഠിക്കാൻ പറ്റി. അങ്ങനെ ഒത്തിരി ദൈവം എന്നെ കൊണ്ടു നടന്നൊരു സമയം. അതെല്ലാം ദൈവം എന്നെ ഒരുക്കുമായിരുന്നെന്ന് ഞാനിപ്പോ തിരിച്ചറിയുവാണ്. പിന്നെ എൻ്റെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ എനിക്ക് ഈശോ ജോലി തരുന്നു. പിന്നീട് അങ്ങോട്ട് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒത്തിരി എൻ്റെ ഡിഫറെന്റ് ആണ്. ശുശ്രൂഷയുടെ ഒരു ലൈഫായിരുന്നു, ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടം. സിസ്റ്റർ കൂടുതൽ ഈ ശുശ്രൂഷയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു